കാലം ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോയിട്ട് ഗോകുലത്തിൽ എത്തിക്കഴിഞ്ഞാൽ സംബോധനാബോധിതം ലോകേ തജ്ജലർപ്പതൈരകരകം പേവീയമാനം മുദാ ഭൂയാൻ ഭാരതമംഗജം കലിമനം പ്രധ്വംസനശ്രേയസേ മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ യം ബ്രഹ്മാ വണിരുദ്രമരുത ഉന്നന്ദിവൈസ്തവൈഃ വേദൈ സാംഗവദക്രമോ ഹൃദയ ഗായന്തിയം സാമഗാ ധ്യാനാവദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാദിതന്നവദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഗുരുവായൂരപ്പ ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഛന്ദാംസി വർണ്ണാനി യത്നം വേദസമേതത് അധസ്തോർദ്ധം പ്രസൃതാ തസ്യ സദാ ഗുണപ്രവർദ്ധാ വിഷയപ്രവാളാ അജഗ്മൂലാന്യനുസന്ദദാനി കർമാനുബന്ധീനി മനുഷ്യരോ നരൂപമസ്സീകതോപലഭ്യതേ നന്ദോ ന ജാതിൽ ന തം പ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗയപ്രേണ ദൃഢേന ഛിദ്വാ തദപദം തൽപരിമാർഗിതവ്യം യസ്മിൻ ഗതാ വർത്തന്തി ഭൂയം തമേവ ദദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസൃതാ പുരാണി നിത്യാനി വർദ്ധകാമാം ദ്വന്ദ്വേ വിമുക്താ സുഖദുഃഖദജ്ഞീയ ഗച്ഛന്യമൂഢാ പരമം വ്യയന്ത തദദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യഗ്ഗത്വാ നിവർത്തന്തി തദ്ധാമപരമം മമ സംഭൂതസ്സനാതനം മനഃഷ്ഠാരീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി ഗച്ഛതി ശരീരം യതമാപ്നോതി യച്ചാപ്യുത്ക്രാമതീശ്വരം വിഹിത്വൈതാനസം യാതി വായുർഗന്ധാനിവാസയാൽ ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ ഉക്രാമന്തം തദം വാവി മുഞ്ചാനം വാ ഗുണന്വിതം മൂഢാ നാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാം യതന്തോ യോഗിനൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസ യദാദിത്യഗതന്തേജോ ജഗദ്ഭാസയതേഹിരം യജ്ഞന്ദ്രമദ്യഗ്നോ തത്തേജോ വിദ്യമാമകം ഗാമാവിശ്വജഭൂതാനി ധാരയാമ്യകമോജസാ കൃഷ്ണാമിതൗഷധീ ഭൂത്വാ രസാത്മകം അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രയാം പ്രാണാപാനസമാദിക്ത പജാം അന്നം ചതുർവിധം
സർവസ്യാഹം അവിദ്യോ വേദാന്തകൃത്യേ നവദേവതാഹം ദ്വാമോ പുരുഷോ ലോകേക്ഷരക്ഷാക്ഷരേവ ക്ഷരസർവാണി ഭൂതാനി ഗൂഢസ്ഥോക്ഷരേ ഉത്തമപ്രണീശ്വര ക്ഷരമതീതോഹമക്ഷരാദിവിജോത്തമം ലോകേ വേദേജ പ്രതിത പുരുഷോത്തമം യോ മാമയോ സമ്മൂഢോ ജ്ഞാനാദിപുരുഷോത്തമം മയാനക ഏതൽബുദ്ധ്യാ ബുദ്ധിമസ്യാൽ കൃതകൃത്യശ്ച ഭാരതം ഇത് ശ്രീമദ്ഭഗവത്ഗീതാസുപനസ്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാം പഞ്ചദശോധ്യായ തത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗീതയുടെ മാഹാത്മ്യമാണ്. ഗീതാശസ്ത്രമിദം പുണ്യം യഃ പഠേൽ പ്രേതഃ പുമാൻ വിഷ്ണോപദമവാപ്നോതി ഭയശോകാദിവർജിതം. ഗീതാന്തീനശീലസ്യാം പ്രാണായാമരസ്യ ച നിയമം പസിസ്നാനം സംസാരമനാശനം. ഗീതാ കർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരീയം യാ ശ്രിയം സർവപത്മനാഭസ്യാം മുഖപത്മാൻ പുനിശ്രിതം. ഭാരതാമൃതസർവസ്വ വിഷ്ണോവക്ത്രാഞ്ജലിശ്രുതം. ഗീതാ ഗംഗുദ്വാ പുനർജന്മന വിദ്യതേ ഗോചക്രം ദേവകീപുത്രഗീതമീകോ ദേവകീപുത്രേവോ മന്ത്രനാമാനി കർമാപേദം തസ്യ ദേവസ്യ സേവായ ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ രാമ ഹരേ ഹരേ. കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ. രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹേ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ നാരായണ 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 നാരായണ. എന്താ ജപിക്കാത്തവര്? നാരായണ 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 ചന്ദ്രാർദ്ധം വീതവാസോലകം സപ്നം ശംഖമേർത്തരം. അവതാരമാണ് വായിക്കുന്നത്. ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായമാണ്. ജന്മാദ്യസ്യേതൊന്വയാദിതരതശ്ചാർദ്ധേഷ്വവിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തിയസൂരയ തേജോവാനി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമുഷാം ബ്രഹ്മാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതൈതപുത്രപരമോ ധർമ്മസ്വരാണാം സദാം വേദ്യം വാസ്തവത്രവദ്വജപദം താവത്ര ജന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനിഹൃദയം കിംവാമരീശ്വര സദ്യോ ഹൃദ്യവർ സംസാരിണാം കരുണയാഗപുരാണഗുഹ്യം തം വ്യാസസൂനുവ്യാസനം. ശ്രീമഹാദേവാശരണം ശ്രീമഹാദേവാശരണം ശ്രീമഹാദേവാശരണം. കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരകം വേദവേദ്യം ശക്യതാരകം ദുർഗഗണം നിർമ്മലോടഗണോദയം മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമം പ്രജാകരാം നദ്യം
പ്രതന്ന സലിലാം ഹൃദാജലുരുഹശ്രിയ ദ്വിജാളിപുരസന്നാദസ്തവഗാപനരാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം സഞ്ജഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ദളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രമയോദസൂപകം മഹാകവീടൂരകിരീടകുണ്ടലത്തുഷാ അച്യുതാനന്ദ ഗോവിന്ദ 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 കീർത്തനം സർവത്ര ഗോവിന്ദനാമ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. എല്ലാവരും ഓർക്കെ നാമം ജപിക്കുക. സാധിക്കുന്നവർ വരിക, ബാക്കിയുള്ളവർ ഇവിടെ ഇരുന്ന് നാമം ജപിക്കുക. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ Hare Krishna, Krishna Krishna, Hare Hare.
നല്ല വൈരി പേരോലൊന്ന കല്ലു വേണമോ ഇന്ദ്രനീലോ നാരായണ നാരായണ ദുർഗമാർക്കും നാരായണ 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 രാധാ ഗോവിന്ദമോ ഗോപബാലയുടെ നാടു കാടി ഗോപതിയാൽ ഭിന്നങ്ങൾ രാധാ ഗോവിന്ദ വല്ലഭത്രി നികരത്തി കൂരക്കണ്ട കൂരകത്തി നല്ലവണ്ണം ലസിതര കല്ലോ വീണമോ ഈക പര സുഖങ്ങളിൽ മുഴുകിട കേൾപ്പിറ്റുമ മഹാജനം ചൂടു നല്ല കല്ലു വേണമോ നാരായണ ഗുരുവായൂരപ്പ നാരായണ നാരായണ രാധാ ഗോവിന്ദ ഹൃദയത്തിൽ ധരിപ്പു നേരന്തോറും ചുറ്റിപ്പിക്കുമോ നാരായണ നാരായണോ നീല നീറം പോലും നല്ല കല്ലു വേണോ മല്ല വൈരിപ്പേരോലുന്ന ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വർത്തുപ്പേരിയും കാളനും ചോറും കട്ടത്തൈരും ചമ്മന്തിയും വെണ്ണീയും വിളമ്പിട്ടുള്ളീത കണ്ണരുണ്ണി മാമുണ്ണനേ ഉപ്പുമാമ്പഴം രാമയ്യൻ കറി ഉപ്പിലിട്ടതു പപ്പടം എന്നീതെല്ലാം വിളമ്പിട്ടുള്ളീത കണ്ണരുണ്ണി മാമുഗോവിന്ദ ഗോപി പൊന്നിക്കിണ്ണത്തിൽ ചുറ്റു ധന്യരാ ഗോപബാലന്മാർ കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ എന്നിവയെല്ലാം ധാരാളം മൂകിൽ വേളുത്തിരുന്നൂടൽ കണ്ണരുണ്ണി മാമുണ്ണനേ കട്ടത്തൈരും പരിപ്പും ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കീർത്തനം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം
ഗുരുവായൂരപ്പൻ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മതിയാവോളം നമുക്കെല്ലാവർക്കും നടത്തുന്നു. 10 വർഷമായി 8 വർഷമായി ഈ സമുദായം ആരംഭിച്ചത്. അന്നുള്ളവർ ഇപ്പോഴും ഉണ്ട്. അതാണ് എനിക്ക് ബന്ധം. അന്നിവിടെ 18 വർഷം കൂടെ ഉണ്ടായിരുന്നതാണ്. ഒരു വലിയൊരു ഭാഗ്യമാണ് ഈ ഭക്തന്മാരുടെ മുമ്പിൽ പാരായണം ചെയ്യാൻ സാധിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടുള്ള ഒരു യജ്ഞം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വരുമ്പോൾ വളരെ അസൗകര്യങ്ങളായിരുന്നു. ഓരോ കൊല്ലവും വരുമ്പോഴുണ്ടാകുന്നൊരു മാറ്റം ഈ ഭാഗവത സപ്താഹയജ്ഞം കൊണ്ട് മാത്രമാണ് വന്നുയർന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗവതം ഭാഗവതത്തിനൊരു ശക്തിയില്ലെങ്കിൽ ഈ സപ്താഹം ഇത്രയും വർഷം ഇവിടെ നടക്കിയില്ല. എത്ര മാറ്റമാണ് ഓരോ യജ്ഞം കൊണ്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അനവധി സൗകര്യങ്ങളായി ഇവിടെ നടക്കുന്നത്. ഏകാദശിക്കും ദ്വാദശിക്കും നാരായണീയ പാരായണവുമായിട്ടും അങ്ങനെ എന്തു വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും കൂടി ഓരോ യജ്ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ മുമ്പിൽ ഓരോന്ന് സമർപ്പിക്കുമ്പോൾ അതിന് ഫലമുണ്ടാകും. തീർച്ചയാണ്, സംശയിക്കേണ്ട. ആണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. നാമസ്ഫുരാണമാണ് ഭാഗവതം. എല്ലാവരും അതിലേക്കൊന്ന് എത്തിച്ചേർന്നാൽ മതി. ഇവിടെ ഉള്ളവർ അതിലൊക്കെ പൂർണ്ണമായി എത്തിച്ചേർന്നവരാണ്. സംശയമില്ല. ഇവിടെ ഇതിൻ്റെ നടത്തുന്നവർ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഓരോ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തയ്യാറായിക്കൊണ്ട് ഭാഗങ്ങൾ ഓരോ ദിവസവും ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മണ്ഡപം അടിച്ചു വരുന്നത് അവരൊക്കെ ആ കുട്ടികൾക്കൊക്കെ ക്ഷേത്രത്തിലേക്ക് വരാനാണ് തോന്നുന്നത്. അതാണ് അതിൻ്റെ മാഹാത്മ്യം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറ മാറി പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതൊന്നുമല്ല. ഇവിടെ ഈ ഭഗവാൻ എല്ലാ കുട്ടികളെയും അടുത്തിരിക്കുകയാണ്. ഓരോ വർഷവും അന്നുണ്ടായിരുന്ന കുട്ടികൾ ഇപ്പോൾ വലുതായപ്പോൾ അവരൊക്കെ മുമ്പിൽ വന്ന് ആ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവരും എല്ലാവരും ഓരോരുത്തരും വെച്ച് ചെയ്യുന്നൊരു കർമ്മമാണ് ഇവിടെ കാണുന്നത്. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. ഈ ക്ഷേത്രം ഇന്ന് നിലയെത്തിയത് അവരുടെയൊക്കെ ഒരു പരിശ്രമം തന്നെയാണ്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു സാന്നിധ്യവും ഭക്തിയും ഒക്കെ ഇനിയും ഉണ്ടാകണം. എല്ലാവരും ഈ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം. ഈ ക്ഷേത്രം വലിയൊരു ക്ഷേത്രമായി തീർന്നിരിക്കുകയാണ്. ഇനിയും വലിയൊരു ക്ഷേത്രമായി തീരണം. പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും എല്ലാവരും. പത്മനാഭസ്വാമിയാണ് ഈ തിരുവനന്തപുരത്തിൻ്റെ അധിപൻ. ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കും പത്മനാഭസ്വാമിയോട്. അത് മാത്രം മതി. പത്മനാഭസ്വാമി നമ്മളെയൊക്കെ അനുഗ്രഹിക്കും. ഇനിയും അനവധി കർമ്മങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. അടുത്ത വർഷം സപ്താഹത്തിന് മുമ്പായി ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കണം. അതിന് നിങ്ങളുടെയൊക്കെ ഒരു സമർപ്പണം ഉണ്ടാകണം. എല്ലാവരും സമർപ്പിച്ചാലേ അടുത്ത ഒരു സപ്താഹം നടക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാകണം അടുത്ത വർഷവും യജ്ഞം നടക്കാൻ സാധിക്കണം. ഭാഗവതം തന്നെയാണ് നമുക്ക് ആശ്രയം. ഭാഗവതത്തെ ആശ്രയിച്ചാൽ ഇനിയും ഈ ക്ഷേത്രം വലിയൊരു ക്ഷേത്രമായി തീരും. അതിന് പ്രത്യക്ഷ തെളിവാണ് ഈ ശ്രീ കേശവര ക്ഷേത്രം. എല്ലാവരും എത്ര സന്തോഷത്തോടുകൂടിയാണ് ഇരിക്കുന്നത്. ഒക്കെ കാണുമ്പോൾ ഇത്രയും ഭക്തർ ഈ ചൂട് സമയത്ത് ഇവിടെ ഉണ്ടാകുന്നൊരു സന്തോഷം ഓരോ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്കുണ്ടാകും. അപ്പം അതൊക്കെ ചില ഭാഗത്തൊക്കെ കുറഞ്ഞു വരുന്നു. അതൊക്കെ മാറി എല്ലാ ക്ഷേത്രങ്ങളും നന്നാകണം. എൻ്റെയൊക്കെ ഒരു ആഗ്രഹമാണ്. എല്ലാ ക്ഷേത്രങ്ങളും നന്നായാൽ മാത്രമേ നമുക്ക് ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കുള്ളൂ. നല്ലൊരു ഈ ജന്മം ശോഭനമായി തീരുകയുള്ളൂ. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനാണ് ഭാഗവതം. പലയിടത്തും ചില തെറ്റിദ്ധാരണകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഭാഗവത സപ്താഹം വേണോ വേണ്ടയോ അതിനുള്ള
അതിന് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇതൊന്നും നമ്മൾ മക്കൾ ഗുരുവായൂരായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഭാഗവതം കൊണ്ട് നേടിയെടുത്തത് ആഞ്ഞം മാസം നമ്പൂരി അച്ഛൻ്റെയൊക്കെ ഒരു ഭജവും ഭാഗവതവും തന്നെയാണ്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവാം. ഈ ക്ഷേത്രം നന്നായി തീരണം. ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും നിങ്ങളെക്കൊണ്ടാകാവുന്ന പോലെ സമർപ്പിക്കണം. അടുത്ത വർഷം വരുമ്പോൾ വലിയൊരു ക്ഷേത്രമായി ഇനിയും ഈ തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നാലും വള്ളിയൂർ ക്ഷേത്രത്തിൽ അച്ഛൻ്റെ ഉപാസനമുണ്ട്. ഗണപതി മണി കൃഷ്ണനിക്കും സങ്കല്പത്തിലാണ് ഭഗവാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാം, ഇവരൊക്കെ പലപ്പോഴായി അവിടെ വന്നുകൊണ്ടിരിക്കുന്നവരാണ്. വായിപ്പിക്കണം എന്നുള്ള ദൃഢനിശ്ചയം ഇവിടെ അവതരിമായപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, ആ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. രാവിലെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം നമ്മൾ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന ന്യായേന മാർഗേണ ആനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഭീഷ്മദ്രോണതടാഹ്യജലാം ഗാംഗാബലാം ശല്യഗ്രാഹമഹനീ കർണേ
Hare Krishna Hare Krishna